മണിപ്പൂരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അക്രമസ്ഥലങ്ങൾ സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അമിത്ഷാ മണിപ്പൂരിലെത്തിയിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ദേവിക കൃഷ്ണ ചേരുന്നു. ദേവിക, 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ് അമിത്ഷാ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ എങ്ങനെയുണ്ട് സ്ഥിതിഗതികൾ? ശാന്തമാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ആദ്യം 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അമിത്ഷാ എത്തുന്നതെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 4 ദിവസമായി കൂട്ടിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ മുഖ്യമന്ത്രി ബിരേൻ സിംഗുമായി ഒരു ഉന്നതതല യോഗം അമിത്ഷാ നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇംഫാലിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി യോഗത്തിലുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളെല്ലാം നടന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണർ അന്നസൂയ യുകിയുമായിട്ടും ഇന്റലിജൻസ് ബ്യൂറോ ചീഫായ തപൻ ദേഖ, നിത്യാനന്ദ് റായ് എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇനിയുള്ള സ്ഥിതിഗതികൾ കൂടുതൽ വിലയിരുത്തി അദ്ദേഹം 4 ദിവസം കൂടി, അതായത് ഇന്നുൾപ്പെടെ 4 ദിവസമാണ് മണിപ്പൂരിൽ അദ്ദേഹം ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ യോഗങ്ങളിൽ അദ്ദേഹം പങ്കുചേരും. ഗോത്ര വർഗ്ഗക്കാരുമായും എല്ലാം അദ്ദേഹം സംസാരിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രിയുമായെല്ലാം അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. നാടിന്റെ സുരക്ഷ കൂടുതൽ ഉറപ്പിക്കാനുള്ള രീതിയിൽ ഒരു സെക്യൂരിറ്റി മീറ്റിംഗ് കൂടി അമിത്ഷാ നടത്തി എന്നും അറിയാൻ സാധിക്കുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മണിപ്പൂരിലെ സമാധാനം നിലനിർത്താൻ എന്തൊക്കെ കാരണങ്ങൾ വേണം, അല്ലെങ്കിൽ അവിടുത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങളായിരുന്നു എല്ലാ യോഗത്തിലെയും അല്ലെങ്കിൽ എല്ലാ ചർച്ചയിലെയും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയമായി നിന്നത്. സാമുദായിക സംഘർഷം അത്രത്തോളം പൊട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ രൂക്ഷമായി നിൽക്കുന്ന മണിപ്പൂരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് അദ്ദേഹം മണിപ്പൂരിൽ എത്തിയതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിവരം പുറത്തു വരുന്നത് 9:22 അറിയാൻ കഴിഞ്ഞൊരു കാര്യം, 10 പേർ പുതിയ സംഘർഷത്തിൽ മരണപ്പെട്ടു എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക കണക്കുകളൊന്നും വന്നിട്ടില്ല. മണിപ്പൂർ സർക്കാർ ചില കാര്യങ്ങളെല്ലാം വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് വിവരങ്ങൾ പുറത്തുവിടുന്നതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ 10 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട്. എന്നാൽ അമിത്ഷാ മണിപ്പൂരിലെത്തുന്നതിന് തൊട്ടു മുന്നെയാണ് ഇത്തരത്തിൽ 10 പേർ മരിച്ചതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അമിത്ഷാ മണിപ്പൂരിലെത്തിയിരിക്കുകയാണ്. സംഘർഷമുണ്ട് എങ്കിൽ പോലും അമിത്ഷായുടെ സന്ദർശനത്തെ അത് ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥർ പാലിക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഭദ്ര, ദേവിക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ കോൺഗ്രസ് ഇപ്പോൾ രാഷ്ട്രപതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ജയറാം രമേശ് അടക്കം, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കൾ ആരും തന്നെ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ രാഷ്ട്രപതിയെ കാണാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അവർ ആവശ്യപ്പെടാൻ പോകുന്നത്. ഒരു പക്ഷേ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വേണം എന്നുള്ളൊരു തലത്തിലേക്കായിരിക്കും. അത്തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ദേവിക? ഭദ്ര, നേരത്തെ തന്നെ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണുകയും അതിനുശേഷം ദ്രൗപദി മുർമുവിന്റെ സഹായം ഈ ഒരു വിഷയത്തിൽ തേടുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ന് അമിത്ഷാ മണിപ്പൂരിൽ എത്തിയിരിക്കുകയാണ്. BJPയുടെ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ മണിപ്പൂരിലെത്തിയിരിക്കുന്നു. 3 ദിവസം എന്നുള്ള സന്ദർശനം മാറ്റി 4 ദിവസമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ യോഗങ്ങളിലും ചർച്ചകളിലും എല്ലാം പങ്കെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഈ യോഗങ്ങളും ചർച്ചകളും എല്ലാം വളരെയധികം നിർണായകമാകുമെന്ന് തന്നെയാണ് സർക്കാർ വിചാരിക്കുന്നത്. ഇതുവരെ കോൺഗ്രസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടിട്ടില്ല. കണ്ടതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ദ്രൗപദി മുർമുവിന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ മുമ്പ് സർക്കാർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ഈ അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷം, അല്ലെങ്കിൽ അമിത്ഷായുടെ സന്ദർശനം കൊണ്ട് കൂടുതൽ എന്തെങ്കിലും ഫലപ്രദമായി സർക്കാരിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇനി ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ ഒരു ഇടപെടൽ തന്നെ ഉണ്ടാകുമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം കരുതുക. ഭദ്ര, ദേവിക, കഴിഞ്ഞ ദിവസം ഈ
25ഓളം അക്രമികളെ പിടികൂടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരെ പിടികൂടിയപ്പോൾ അവരിൽ നിന്നും ചൈനീസ് നിർമ്മിതമായ ചില ഗ്രനേഡുകളും അതുപോലെ തന്നെയുള്ള ആയുധങ്ങളൊക്കെ ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചൈനയിൽ നിന്ന് ഇവർക്ക് എന്ത് തരത്തിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ സഹായം ലഭിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചൈനയുടെ ഈ വെപ്പൺ ഒക്കെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഒരു നീക്കം? കാരണം സൈന്യം ആ ഒരു കാര്യം സ്ഥിരീകരിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. തീർച്ചയായും ഭദ്ര, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്ത പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരിൽ കൂടുതലും തീവ്രവാദികളായിരുന്നു, അല്ലെങ്കിൽ അവരെ വധിക്കുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അറിയിച്ചൊരവസ്ഥയുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മണിപ്പൂരിന്റെ സംഘർഷം മുതലെടുത്തുകൊണ്ട് അതിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികൾ മണിപ്പൂരിന്റെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനായി തീവ്രവാദ ശക്തികൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു നിലപാട് അല്ലെങ്കിൽ പ്രതികരണം. അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മരിച്ച 40 പേർ അല്ലെങ്കിൽ വധിച്ച 40 പേരും തീവ്രവാദികളായിരുന്നു. തീവ്രവാദ ബന്ധം അവർക്കുണ്ട്. അവർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു, അക്രമങ്ങൾ ഉപയോഗിച്ച് സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അവർക്ക് നേരെ വെടി ഉതിർക്കേണ്ടി വന്നതെന്നും വെടി ഉതിർക്കാൻ നിർബന്ധിതരാവുകയായിരുന്നുവെന്നുമെല്ലാം ബിരേൻ സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ മരിച്ച 40 പേരുടെ തീവ്രവാദ ബന്ധമെല്ലാം സ്ഥിരീകരിച്ചൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, തീവ്രവാദികൾ ഈ ഒരു സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ ചൈന ബന്ധം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ബന്ധമുള്ള തീവ്രവാദികൾ ഇതിനകത്തുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ആദ്യം പ്രധാനമായിട്ടും വേണ്ടത് ഇവിടുത്തെ സംഘർഷാവസ്ഥ ഒന്ന് നിലനിർത്തുക, സംഘർഷാവസ്ഥ ഒന്ന് അവസാനിപ്പിക്കുക, ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം തന്നെയാണ് ആദ്യം സർക്കാരിൻ്റെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു. സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നായാലും അർദ്ധ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നായാലും എല്ലാം കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നു. സാധാരണ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കുന്നു. തീവ്രവാദികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അല്ലെങ്കിൽ അവർക്ക് നേരെ തിരിച്ചടിക്കാനാണ് ഏറ്റവും ആദ്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അമിത്ഷാ മണിപ്പൂരിലെത്തിയത് ശരിക്കും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. അമിത്ഷാ എത്രത്തോളമാണ് അല്ലെങ്കിൽ അമിത്ഷായുടെ ഇടപെടൽ എത്രത്തോളം മണിപ്പൂരിനെ കൂടുതൽ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ അറിയാം. ഭദ്ര. ശരി ദേവിക, മണിപ്പൂരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അക്രമ സ്ഥലങ്ങൾ സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അമിത്ഷാ മണിപ്പൂരിലെത്തിയിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ യോഗം വിളിച്ചിരുന്നു അമിത്ഷാ. തുടർന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനിക മേധാവിയും മണിപ്പൂരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും പ്രതിപക്ഷം ഇന്ന് രാഷ്ട്രപതിയെ കാണാൻ ഒരുങ്ങുകയാണ്. മണിപ്പൂരിലെ വിവരങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതിയെ അറിയിക്കും. തുടർന്ന് മറ്റുള്ള നിയമ നടപടികളും അതുപോലെ തന്നെ ഭരണത്തിൽ എന്തെങ്കിലും മാറ്റം വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചാ വിഷയമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ദേവിക കൃഷ്ണ.